ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലൂക്കോസ് 2:14. ഡിസംബർ കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികമായി മുഴങ്ങി കേൾക്കുന്ന ഒരു ദൈവവചനമാണിത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയത്. 1 യോഹന്നാൻ 4:9 പറയുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത് എന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും ദൈവമക്കൾ ആകുവാൻ വേണ്ടി. എങ്ങനെയാണ് നാം ദൈവപുത്രന്മാരാകുന്നത്? ഗലാത്യർ 3:26 പറയുന്നു, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത്. ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ പൊടിപൊടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു മിസ്സാകുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ക്രിസ്തു ജനിക്കേണ്ടത്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് ചെയ്തു തന്നതിനെ കുറിച്ച് നാം വല്ലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പലപ്പോഴും ഈ തോരണങ്ങളിലും ഭക്ഷണ വിഭവങ്ങളിലും ലഹരി പദാർത്ഥങ്ങളിലും എല്ലാം ഒതുക്കി നിർത്തുകയല്ലേ ചെയ്യുന്നത്. ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് ആണ് നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു കഥയിലൂടെ ഞാനിത് നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഒരു അപ്പൻ്റെ 80ാം ജന്മദിനം ആഘോഷിക്കാനായി മക്കളെല്ലാം ഒത്തുചേർന്നു. ജന്മദിനത്തിന്റെ ആഘോഷങ്ങളെ പറ്റി വളരെ ഗംഭീരമായ രീതിയിൽ ചർച്ച നടത്തുകയാണ്. ആരെയൊക്കെ വിളിക്കണം, എങ്ങനെയൊക്കെ സദ്യവട്ടങ്ങൾ ഒരുക്കണം, എവിടെ നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു. മൂത്ത മകൻ മുതൽ ഇളയ മകൻ വരെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ചർച്ചയ്ക്ക് ഒടുവിൽ അവരിങ്ങനെ ചിന്തിച്ചു, അവരുടെ അപ്പന് വയസ്സായി, തൊലിയെല്ലാം ചുക്കി ചുളിഞ്ഞു, കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഈ VIP-കളെല്ലാം വരുമ്പോൾ തൻ്റെ അപ്പനെ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡിനെ ഒക്കുമോ? അപ്പനെ എവിടെ കൊണ്ടുപോയി ഇരുത്തണം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അവസാനം ഇളയ മകൻ പറഞ്ഞു, അപ്പനെ നമുക്ക് തൊഴുത്തിലിരുത്താം. കാരണം വീട്ടിലിരുത്തി കഴിഞ്ഞാൽ വരുന്നവരെല്ലാം അപ്പനെ കാണും, നമ്മുടെ പ്രസ്റ്റീജൊക്കെ പോകും. അപ്പോൾ തൊഴുത്തിലാകുമ്പോൾ ആരും അത്രയധികം ശ്രദ്ധിക്കില്ല. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് നമ്മൾ നൽകുന്ന സ്ഥാനം. ആഘോഷങ്ങളെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ നടത്തുന്നു, പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് അല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജാതനായി സ്വർഗത്തിൽ വളരേണ്ട ഉണ്ണിയാണ് നമുക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയത്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് നമുക്ക് ക്രിസ്തുമസിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് ലാഭവുമാണ് ഉണ്ടായത്. ഇന്നത്തെ ലോകത്ത്, ചെറുതാകാൻ മനസ്സില്ലാത്ത ഈ ലോകത്ത് പുൽക്കൂട് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വചനം നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.